ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു വിൻട്രേഡർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത് ഓപ്ഷൻ തന്നെയാണ്. ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആയിരിക്കുന്ന സമയത്ത് ഓപ്ഷൻ നമ്മളെങ്ങനെ ട്രേഡ് എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചായിരുന്നു ഈ കണ്ടിന്യൂ. കാരണം ബാങ്ക് ഇപ്പോൾ ഇന്നത്തെ എന്ന് പറയാം, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ എന്ന് പറയുമ്പോൾ 21 ഒക്ടോബർ, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് 21 ഒക്ടോബറിലെ മാർക്കറ്റിലാണ്. അപ്പം ഇപ്പം ടൈം അറൗണ്ട് 1 മണിയായി, 1:08. അപ്പോൾ ഇത് നോക്കാമല്ലോ, വൈറ്റ് വെർട്ടിക്കൽ ലൈൻ, ഡേ ബ്രേക്ക് ലൈൻ, ഇവിടുന്നാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഇത് വേണ്ട, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ്. ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് 41,000 നിൽക്കുവാണ്. നല്ല മൂവ്മെൻറ്റുള്ള മാർക്കറ്റായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ വൈറ്റ് വെർട്ടിക്കൽ ലൈൻ, ഡേ ബ്രേക്ക് ലൈൻ. അപ്പോൾ നമുക്ക് ഇന്നലെ വന്ന ആക്ച്വൽ ബൈ നമുക്ക് ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നത് ബൈ 40,103 145 വന്ന് 235 വന്ന്. ഇപ്പം ഇതിപ്പോൾ ഇന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ട്രെൻഡി മാർക്കറ്റിൽ എന്താണെന്ന് അറിയാമോ, ട്രെൻഡ് കണ്ടിന്യൂ അനുസരിച്ച് നമ്മുടെ സിഗ്നൽ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഇനിയൊരു സെല്ല് പറഞ്ഞെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് അടിച്ചാലല്ല സെല്ല് വരത്തുള്ളൂ. അത് കൺഫേം ആണെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാം. പക്ഷേ ഇതിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അപ്പോഴും ബൈലോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബൈലോട്ട്. ഇപ്പം 9:15 തുടങ്ങി, ഇപ്പോൾ 1 മണിയായി. ഇപ്പോൾ ചിലർ നോക്കുമ്പോൾ എന്താണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുക, നമുക്കിവിടെ ഒരു ബൈ വന്നില്ല, ഇവിടെ ബൈ വന്നാൽ അതനുസരിച്ച് കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റൂ എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ പറയുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഫോളോ ചെയ്യാൻ പറയുന്നത്, ഓപ്ഷനിൽ ഫോളോ ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ട്രെൻഡ് കണ്ടുപിടിക്കാം, രണ്ടാമത്തെ ഈസി ആയിട്ട് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാം. ഈ 2 കാര്യങ്ങൾ ചെയ്ത ശേഷം ബാക്കി നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻ്റെ ചാർട്ട് നോക്കിയിട്ട്, നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ്റെ ചാർട്ട് അവൈലബിൾ ആണ്. അത് നോക്കിയിട്ടാണ് ബാക്കി നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് രാവിലെ ട്രെൻഡ് കണ്ടിന്യൂ. അപ്പം നമ്മൾ നോക്കി ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് 40,400 അടുത്തായിരുന്നു മാർക്കറ്റ് റേറ്റ് വന്നിരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ 40,300 കോൾ ഓപ്ഷൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കണം. അല്ലാതെ ഇതിനകത്ത് ബൈ വരുമോ എന്ന് നോക്കി അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓപ്ഷനിലാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഫോളോ ചെയ്യേണ്ടത് ട്രെൻഡിനും സ്ട്രൈക്ക് പ്രൈസും കാണാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആണ്. അപ്പോൾ മാർക്കറ്റ് റേറ്റ് നിങ്ങൾ നോക്കുക, ആ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 100 or 150 പോയിന്റ് താഴത്തുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് നോക്കുക. അവിടെ സിഗ്നൽ അവിടെ നിന്നാണ് നമ്മൾ ബാക്കി ഫോളോ ചെയ്യേണ്ടത്. ഇപ്പം നോക്കിയാൽ ഇവിടുന്ന് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അവിടുന്ന് പിന്നെ ഇവിടുന്ന് ഒന്ന് ബ്രേക്ക് ചെയ്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഇപ്പം ഞാൻ 2 എണ്ണം കാണിച്ചല്ലോ. ഒന്ന് നമുക്ക് എവിടെ 40,400 നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പണിങ് വന്നപ്പോൾ 40,400 അറൗണ്ട് ആയിരുന്നു ആ പ്രൈസ്, ഓപ്പൺ വന്ന പ്രൈസ്, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞുള്ള പ്രൈസ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 300 ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഞാൻ 300 ഓപ്പൺ ചെയ്ത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മളവിടെ ഒരു ബൈ വരാൻ വേണ്ടി കാത്ത് നിൽക്കരുത്. ഇങ്ങനെയുള്ള കണ്ടിന്യൂഷൻ നിങ്ങളിത് മറക്കാൻ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ കണ്ടിന്യൂഷൻ വരുമ്പോൾ നമ്മൾ നേരെ ചെന്ന ആ സ്ട്രൈക്ക്, ആ ടൈമിൽ മാർക്കറ്റ് റേറ്റ് ഏതാണ് അതനുസരിച്ചുള്ള സ്ട്രൈക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കൂ. അവിടെ സിഗ്നൽ നമുക്ക് കാണും. ഇപ്പോഴുണ്ട് ഞാൻ 40,300 ഓപ്പൺ ചെയ്ത് രാവിലെ നമുക്ക് 444.75 ബൈ വന്ന് 444.75 ബൈ വന്ന് എത്ര മണിക്ക് 9:20 വന്ന്. അതിൻ്റെ മാർക്കറ്റ് റേറ്റ് ഇപ്പം നോക്കിയേ 826ഓളം, അതായത് ഏകദേശം 300 പോയിന്റിന് മേളിൽ അത് കയറി കഴിഞ്ഞ്. അപ്പം നമ്മൾ ചിലർ ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും സിഗ്നൽ വരാൻ വേണ്ടി. അപ്പം അങ്ങനെ ഇനി ഫോളോ ചെയ്യല്ലേ. ഇപ്പം കസ്റ്റമേഴ്സ് ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവരോടും കൂടിയാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂഷൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് റേറ്റ് നോക്കുക ആ ടൈമിൽ. കാരണം റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്താൽ കയറിയത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് രണ്ടാമത്തെ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ഏതാ ഉള്ളത്, അത് ഓപ്പൺ ചെയ്ത് 500 സംതിങ്ങിലാണ്, ഹൈ പോയിരിക്കുന്ന 600 സംതിങ്ങിൻ്റെ ആണ്. അപ്പം നമുക്കതിൻ്റെ 600 നമുക്ക് 40,500 കോൾ ഓപ്ഷൻ എടുക്കാറുണ്ട്. ഇപ്പം നോക്കിയാൽ ഞാൻ ഇപ്പം 40,300 കോൾ എടുക്കുമ്പോഴും അതിനകത്ത് 444 ഓൾറെഡി നമ്മൾ ബൈ വന്നിട്ടുണ്ട്. അത് ഓൾറെഡി എന്ത് നല്ല ട്രെൻഡായിരുന്നു, നന്നായിട്ട് കയറിപ്പോയി. എല്ലാ സപ്പോർട്ട് റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്ത് കയറാണ്. 3 ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 89.20 ആയിരുന്നു. അത് കഴിഞ്ഞ് 524, 80, 566, 40 3 ടാർഗറ്റ് അടിച്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇവിടെ എടുത്തില്ല, രാവിലെ എടുത്തില്ല, നമ്മൾ ഈ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് ഇവിടെയാണ് എടുക്കുന്നത് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞോളൂ 40,660 അറൗണ്ട് ആയിരുന്നു അവിടുത്തെ പ്രൈസ്. അപ്പം നമുക്ക് 500 എടുത്ത് നോക്കാം. 500 നോക്കിയേ, അവിടെയും രാവിലെ ബൈ വന്നിട്ടുണ്ട്. അവിടെ ബൈ വന്നിട്ട് നമ്മൾ അവിടെ കയറിയില്ലെങ്കിൽ ആ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇവിടുത്തെ ലെവലിൽ എൻട്രി ചെയ്യായിരുന്നു. ആ പ്രൈസ് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് അവിടുന്ന് എൻട്രി ചെയ്യായിരുന്നു. ഇവിടെ നോക്കിയാൽ നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇങ്ങനെയുള്ള ട്രെൻഡ് കണ്ടിന്യൂഷൻ വരുന്ന മാർക്കറ്റിൽ ട്രെൻഡ് കണ്ടിന്യൂ ആണ്, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് റേറ്റ് നോക്കുക, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ മാർക്കറ്റ് റേറ്റ് നോക്കുക, അതനുസരിച്ചുള്ള കോൾ ഓപ്ഷന്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുക, അവിടെ നമുക്കത് സിഗ്നൽ കിട്ടിയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മാർക്കറ്റിൽ നമുക്ക് ഇങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഈ സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇവിടെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം, ഇൻസ്റ്റാളും ചെയ്ത് കൊടുത്തിട്ട് സെറ്റിംഗ് ഡയറക്റ്റ് നമ്മൾ കാണിച്ചും കൊടുക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഫുൾ ഓൺലൈനാണ്, ഓൺലൈനിൽ നമ്മളിത് കാണിച്ചു കൊടുക്കും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതെങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളെന്ന് ഫുൾ പറഞ്ഞു. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് വാച്ച് ഇല്ലേ, ഇവിടെ എന്തുമാത്രം ഐറ്റംസ് ആണ്. അപ്പം നമുക്ക് വേണ്ട എന്താണ്, ഇതിനകത്ത് മാർക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാം, ഇത് സ്കാനറിലോട്ട് മാറ്റാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഓപ്ഷൻ ആണെങ്കിൽ അതനുസരിച്ച് സ്ട്രൈക്ക് പ്രൈസ് ഓരോ ദിവസം നമുക്ക് സെലക്ട് ചെയ്യാം. ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങൾ എന്നെല്ലാം ഫുള്ള് നമ്മളിവിടുന്ന് പറഞ്ഞുതരും. ഇപ്പം വരാൻ പറ്റുന്ന ഇപ്പം നമ്മുടെ ഓഫീസ് വരുന്നത് ചേർത്തല ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴയിൽ ചേർത്തല KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് വളരെ എന്താണ് പെട്ടെന്ന് നമുക്ക് വന്ന് ഇറങ്ങാം. ബസ്സിലാണെന്നുണ്ടെങ്കിലും ട്രെയിനാണെങ്കിലൊക്കെ നമുക്ക് വരുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് വരാം. അതായത് സ്റ്റാൻഡിൽ നിന്ന് KSRTC സ്റ്റാൻഡിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കുമ്പോൾ നമുക്ക് ഓഫീസിലെത്താം. നമുക്ക് പാർക്കിംഗ് എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വരാൻ പറ്റുന്ന ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഫേസ് ടു ഫേസ് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം, എക്സ്പ്ലെയിൻ ചെയ്ത് ഫുള്ള് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ തന്നെ ഞാൻ ഇതെല്ലാം കാണിച്ചു തരാം. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രഡിക്ഷൻ അല്ല, ഇത് ലൈവിലാണ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് 80 to 90% ആക്യുറസി അതിനകത്ത് ഡെഫിനറ്റ്ലി കിട്ടും. കാരണം ഓപ്ഷനിലെന്ന് വെച്ചാൽ ആയിരങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ അത് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ റിസ്ക് ഉണ്ട് അതുപോലെ, പക്ഷെ നമ്മൾ അതുപോലെ ഫോളോ ചെയ്താൽ മാത്രമേ അത് അതുപോലെ വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേര് ഗംഗ എന്നാണ്. എന്നെ വിളിക്കേണ്ട നമ്പർ 9061973737. വാട്സപ്പും ഉണ്ട്, നിങ്ങൾക്ക് കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ഈവൻ സാറ്റർഡേ ആൻഡ് സൺഡേസും കോൺടാക്ട് ചെയ്യാം. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഡയറക്റ്റ് വാട്സപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, എൻ്റെ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. അപ്പം കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.